പ്രൈസ്തലോ ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പ്രിയ മക്കളെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ പിതാവ് തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ ആ സ്നേഹത്തിൽ നാമും ആയിരിക്കണം. നോക്കാതെ എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ കൂടെ മാത്രമാണ്. 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നോക്കൂ, ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം എന്തെല്ലാം ചെയ്യണം? ഒന്നാമത്, നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്നത് അതെന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നന്മ പ്രവർത്തിക്കുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. പ്രിയ മക്കളെ, നാം നന്മ പ്രവർത്തിക്കണം. ആർക്ക് എന്താവശ്യമാണോ ആ ആവശ്യം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കി, യഹോവയോടെ ചേർന്നിരിക്കുന്നവരായിരിക്കണം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. നോക്കൂ പ്രിയ ദൈവമക്കളെ, ശമൂവേൽ പ്രവാചകൻ തന്റെ ജനത്തോട് വ്യക്തമായി പറയുകയാണ്, യഹോവയുടെ കൽപ്പനകളിൽ നിന്നും മാറാതെ യഹോവയെ ഭയപ്പെട്ട് ദൈവിക അനുസരണത്തിൽ ദൈവവചനം മനസ്സിലാക്കി യഹോവയോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഹോവയെ ഭയപ്പെട്ട് യഹോവയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും നമ്മൾ ദൈവമേ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും നാം ദൈവത്തെ സേവിച്ച് മുന്നേറുകയും വേണം. ഹല്ലേലൂയ. യഹോവയോട് പൂർണ്ണമായി ചേർന്നിരുന്നാൽ നമുക്ക് അവകാശമായി വാഗ്ദത്തമായി തരാമെന്ന് പറഞ്ഞത് ലഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ കാലേബിനെ പറ്റി അത് പറയുന്നുണ്ട്. അതായത് കാലേബ് പൂർണ്ണമായി യഹോവയോട് പറ്റി നിന്ന്, അതായത് വിശ്വസ്തനായി യഹോവയോട് പറ്റി നിന്നത് കൊണ്ട് വാഗ്ദത്തം ചെയ്തപ്പെട്ട ഹല്ലേലൂയ അവകാശം പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ യഹോവയോട് ചേർന്നിരിക്കുന്നവരായി യഹോവയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ യഹോവയുടെ സന്നിധിയിൽ പൂർണ്ണമായി ചേർന്ന് നിന്ന് അപ്പന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താപ്പച്ചനോട് ചേർന്നാണോ നിൽക്കുന്നത്? ദൈവവചനത്തിലാണോ നാം നിലനിൽക്കുന്നത്? ഹല്ലേലൂയ. അത് നാം നമ്മെ തന്നെ എന്ന് വിലയിരുത്തുക. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ രക്ഷയിൽ നിന്നുള്ള രക്ഷയും, അതായത് ആ നിശ്ചയം ഉറപ്പാക്കുവാൻ കഴിയുള്ളൂ. ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നമ്മൾ ഉറപ്പോടെ നിലനിൽക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. വചനം പ്രമാണിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കും. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാം ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 43-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പള്ളി പിരിഞ്ഞെല്ലാവരും യഹൂദന്മാരിലും പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ
പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനെ അവരെ ഉത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഇന്നുമുണ്ട് പലരെയും ഉത്സാഹിപ്പിക്കുന്നവരുണ്ട്, നിരുത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഹല്ലേലൂയ നിലനിൽക്കുവാൻ നമ്മൾ ഉത്സാഹിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താണ്, അത് വീണു പോകുവാൻ സാധ്യതയുണ്ട്. ആദ്യമേ കടന്നു വന്നിട്ട് പിന്നീട് പിന്തിരിഞ്ഞു പോകുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. നാം ദൈവകൃപയിൽ ഹല്ലേലൂയ നിലനിൽക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രിയ മക്കളെ, അപ്പോസ്തല പ്രവൃത്തി 14:22 പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ഹല്ലേലൂയ. ഇന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഹല്ലേലൂയ ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞ് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ഇഷ്ടമനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവമക്കൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വ്യക്തമായി പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നെന്നും ഹല്ലേലൂയ പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ കഷ്ടങ്ങളിൽ കൂടി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയാളിയായ കർത്താവിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയം വെച്ചിരിക്കുന്നത്. നമ്മെ കൈവിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ദൈവമക്കൾ അനുഭവിക്കുമ്പോൾ നാം ഒരു കാര്യം വിചാരിക്കണം, നമ്മുടെ നമുക്ക് വേണ്ടി എത്ര കഷ്ടതകൾ അനുഭവിച്ചു എന്ന്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന കൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായി നിൽക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അതായത് കർത്താവും രക്ഷിതാവും എന്ന നിലയിൽ യേശുവിലുള്ള ദൃഢമായ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് മാറാത്തവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദയയിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം 11-ാം വാക്യത്തിൽ, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡികവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവിക ദയയിൽ നിലനിൽക്കുന്നവരായി നിലനിൽക്കുന്ന നമ്മൾക്ക് ഹല്ലേലൂയ തീരണം. അതായത് ദൈവിക ഉപദേശങ്ങളിൽ തുടരാതെ, അതായത് വിശ്വാസത്തിൽ നിലനിൽക്കാതെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം ഉപേക്ഷിക്കും, അതായത് ഛേദിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ കഷ്ടതകളും പ്രയാസങ്ങളും എന്ത് നേരിട്ടാലും നമ്മൾ ഉറപ്പോടെ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഉപദേശങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി നമ്മൾ ദൈവിക ഉപദേശങ്ങളിൽ ഹല്ലേലൂയ പിടിച്ചു നിന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. കൊലോസ്യർക്ക് ലേഖനം 4:2 പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ജാഗ്രതയോടെ ഇരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ബലഹീനതകൾ കടന്നു വരാതെ, അതുകൊണ്ട് നാം ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പ്രാർത്ഥനാ ജീവിതം തന്നെ നയിക്കുവാൻ നോക്കണം. നമ്മളെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പല സംഗതികളും കടന്നു വരുമ്പോൾ പ്രിയ മക്കളെ, അതിനെ എല്ലാം വ്യതിചലിച്ച് ജീവിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ശരിയായ ഉപദേശത്തിൽ ഇരിക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രിയ മക്കളെ, വിശ്വാസം കാത്തു സൂക്ഷിച്ച് ദൈവിക പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിന്ന് ഉപദേശം കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് പുത്രനിലും പിതാവിലും വസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 2:24 പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ പുത്രനിലും പിതാവിലും വസിച്ച് നമുക്ക് മുന്നേറാം. യോഹന്നാന്റെ ഹല്ലേലൂയ സുവിശേഷം 14:23 പറയുന്നുണ്ട്, യേശുവിനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും,
ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മോടൊപ്പം വാസം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പി. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായ ഒരു മക്കളെ ഏൽപ്പിക്കുന്നു. ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ കർത്താവെ. സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല കർത്താവെ. ഈ ദിവസങ്ങളിൽ ഓരോ മക്കളെയും അതിനു വേണ്ടി ഒരുക്കണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവിനോട് പറ്റി നിൽക്കുവാനുള്ള കൃപ ഓരോ മക്കളുടെ മേൽ പകരണമേ കർത്താവെ. പലപ്പോഴും സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പല ചിന്തകളും ഹല്ലേലൂയ കൊണ്ടുവരുമ്പോൾ സാത്താന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും ഇടയാക്കണം. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കി കർത്താവിൽ കൂടുതൽ പറ്റി നിൽക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.